ഹലോ 4ാം ക്ലാസ്സിലെ കുഞ്ഞുമക്കളെ, ഇന്നത്തെ EVS ക്ലാസ് എല്ലാവരും കണ്ടല്ലോ. ഇന്ന് നമ്മൾ അനുകൂലനം, അഡാപ്റ്റേഷൻ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവയും അങ്ങനെയുള്ള ജീവികളെ തരംതിരിച്ച് പഠിച്ചു. ആദ്യത്തെ നമ്മുടെ പ്രവർത്തനം ഒരു ആൽബം തയ്യാറാക്കുക. ഓർഗാനിസം ലിവ്സ് ഇൻ വാട്ടർ, ഓർഗാനിസം ലിവ്സ് ഓൺ ലാൻഡ്, ഓർഗാനിസം ലിവ്സ് ഇൻ ബോത്ത് വാട്ടർ ആൻഡ് ലാൻഡ്. അപ്പം നമുക്ക് ചുറ്റുമുള്ള കരയിൽ ജീവിക്കുന്നവയും ജലത്തിൽ ജീവിക്കുന്നവയും കരയിലും ജലത്തിലും ജീവിക്കുന്നവയുമായിട്ടുള്ള ജീവികളെ പട്ടികപ്പെടുത്തുക. ടീച്ചർ കുറച്ച് ജീവികളെ പിക്ചർ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫിഷ്, സ്നേക്ക്, ക്യാറ്റ്, എലിഫന്റ്, ഫ്രോഗ്, സ്ക്വിറൽ, ടോർട്ടോയിസ്, crocodile, duck, human being, dolphin, lotus. ഇതെല്ലാവരും നോട്ട്ബുക്കിൽ ഈ ജീവികളുടെ ഓർഗാനിസത്തിന്റെ പേരുകൾ എഴുതണം. ഇനി നമുക്കിതിനെ ടേബിളാക്കാം, പട്ടികപ്പെടുത്താം. ഓർഗാനിസം ലിവ്സ് ഓൺ ലാൻഡ്, കരയിൽ ജീവിക്കുന്നവ. ഓർഗാനിസംസ് ലിവ്സ് ഇൻ വാട്ടർ, വെള്ളത്തിൽ ജീവിക്കുന്നവ. ഓർഗാനിസംസ് ലിവ്സ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്ന ജീവികൾ. ആ ചിത്രം നോക്കിയിട്ട് നമുക്ക് അതിനെ ഒന്ന് ചിട്ടപ്പെടുത്തിയാലോ. കരയിൽ ജീവിക്കുന്ന ജീവികൾ ഏതൊക്കെയാണ്? കുഞ്ഞുമക്കളെ ചിത്രത്തെ നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. സ്നേക്ക്, ക്യാറ്റ്, എലിഫന്റ്, സ്ക്വിറൽ, ഹ്യൂമൻ ബീയിങ്. ഇവരൊക്കെ ലാൻഡിൽ താമസിക്കുന്നവരാണ്, കരയിൽ താമസിക്കുന്നവരാണ്. ഓർഗാനിസം ലിവ്സ് ഓൺ ലാൻഡ്. ഓർഗാനിസം ലിവ്സ് ഇൻ വാട്ടർ, വെള്ളത്തിൽ വസിക്കുന്നവ. ഫിഷ്, ലോട്ടസ്, ഡോൾഫിൻ ഇവയൊക്കെ വെള്ളത്തിൽ വസിക്കുന്നവയാണ്. ഓർഗാനിസം ലിവ്സ് ഓൺ ലാൻഡ് ആൻഡ് വാട്ടർ, വെള്ളത്തിലും കരയിലും ജീവിക്കുന്ന ജീവികളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫ്രോഗ്, തവള അല്ലേ, കരയിലും വെള്ളത്തിലും ജീവിക്കുന്നുണ്ട്. ടോർട്ടോയിസ്, ആമ, ക്രൊക്കഡൈൽ, മുതല, ഇവരൊക്കെ കരയിലും വെള്ളത്തിലും ജീവിക്കുന്നവയാണ്. അതുപോലെ തന്നെ നമുക്കിഷ്ടമുള്ള ഡക്കും കരയിലും വെള്ളത്തിലും ജീവിക്കാറുണ്ട്. കരയിലും വെള്ളത്തിലും കൂടി തൻ്റെ ജീവിതചക്രം പൂർത്തീകരിക്കുന്ന ഒരു ജീവിയാണ് ഫ്രോഗ്, തവള മുട്ടയിടുന്നത് വെള്ളത്തിലാണ്. അത് ടാഡ്പോളായിട്ട് വെള്ളത്തിൽ വളർന്ന് വന്ന് അതിൻ്റെ വാല് ചെറുതായി ചെറിയ ഫ്രോഗായതിനു ശേഷം കരയിലേക്ക് വരുന്നു. അങ്ങനെയാണ് അതിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കുന്നത്. വെള്ളത്തിൽ അതിന് ത്വക്ക്, അതിൻ്റെ സ്കിൻ വെച്ചിട്ടാണ് ശ്വസിക്കുന്നത്. കരയിൽ മൂക്ക് ഉപയോഗിച്ച് അതിൻ്റെ മൂക്കിൽ കൂടിയാണ് അത് ശ്വസിക്കുന്നത്. അപ്പോൾ കരയിലും വെള്ളത്തിലും കൂടി ജീവിതചക്രം പൂർത്തിയാക്കുന്ന നട്ടെല്ലുള്ള ജീവികളെയാണ് നമ്മൾ ഉഭയജീവികൾ എന്ന് പറയുന്നത്. കരയിലും വെള്ളത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്ന നട്ടെല്ലുള്ള ജീവികളെ ഉഭയജീവികൾ എന്ന് പറയുന്നു. അംബിബിയൻസ്, ദ vertebrate which complete their life cycle on land and in water are called amphibians. നട്ടെല്ലുള്ള ജീവികളിൽ കരയിലും വെള്ളത്തിലും കൂടി അതിൻ്റെ ജീവിതചക്രം പൂർത്തിയാക്കുന്ന ജീവികളെ ഉഭയജീവികൾ അഥവാ അംഫിബിയൻസ് എന്ന് പറയുന്നു. നമ്മുടെ തവള മാത്രമാണ് അംഫിബിയൻസ് ആയിട്ടുള്ളത്? അല്ല, സാലമാൻഡർ, ന്യൂട്ട്, സിസിലിയൻ ഇവയൊക്കെ അംഫിബിയൻസ് ആയിട്ടുള്ളതാണ്, ഉഭയജീവികളാണ്. കരയിലും വെള്ളത്തിലുമായി ജീവിതചക്രം പൂർത്തിയാക്കുന്നവയാണ്. ഇവ നമ്മുടെ നാട്ടിലുള്ളവയല്ല, പുറത്തു രാജ്യങ്ങളിലൊക്കെ ഉള്ളവയാണ്. ഇനി നമ്മുടെ മത്സ്യത്തിൻ്റെ ശരീരഭാഗത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. മത്സ്യം വസിക്കുന്നത് വെള്ളത്തിലാണ്. വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടിയുള്ള ശരീരഘടനയാണ് മത്സ്യത്തിനുള്ളത്. മത്സ്യത്തിൻ്റെ കണ്ണുകൾ 2 സൈഡിലും, ചികിളപ്പൂക്കളുണ്ട്, മേൽച്ചിറക്, വാൽച്ചിറക്, എപ്പോഴും തുറന്നുകൊണ്ടിരിക്കുന്ന വായ്, ശൽക്കങ്ങൾ, ചെതുമ്പലുകൾ, വശങ്ങളിലെ ചിറക്, വഴുവഴുത്ത ബോഡി, ഇവയൊക്കെയാണ് മത്സ്യങ്ങളുടെ പ്രത്യേകതകൾ.
ബോട്ട് ലൈക്ക് ഷേപ്പ് എനേബിൾസ് ദ ഫിഷ് ടു മൂവ് ത്രൂ വാട്ടർ. വെള്ളത്തിൽ അനായാസം സഞ്ചരിക്കുന്നതിന് വേണ്ടി ബോട്ടിൻ്റെ ഷേപ്പിലുള്ള ബോഡിയാണ് ഉള്ളത്. ദ ഫിൻസ് ചിറകുകൾ ഹെൽപ്സ് ദ ഫിഷ് ടു സ്വിം ഇൻ വാട്ടർ. വെള്ളത്തിൽ നല്ല രീതിയിൽ നീന്താൻ ഫിൻസ് സഹായിക്കുന്നു. ദ ഗിൽസ് ഹെൽപ്സ് ദ ഫിഷ് ടു ബ്രീത്ത്. ചെകിളപ്പൂക്കൾ ബ്രീത്ത് ചെയ്യാൻ സഹായിക്കുന്നു. സ്ലിമി ബോഡി ഹെൽപ്സ് ഫിഷ് ടു എസ്കേപ്പ് ഫ്രം എനിമീസ്. ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വഴുവഴുപ്പുള്ള ബോഡി മത്സ്യങ്ങളെ സഹായിക്കുന്നു. മത്സ്യത്തിൻ്റെ അനുകൂലനങ്ങൾ അഡാപ്റ്റേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. രണ്ട് വശവും കൂർത്ത ശരീരാകൃതി ജലത്തിൽ അനായാസം സഞ്ചരിക്കാൻ സഹായിക്കുന്നു. ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ, ദിശ മാറ്റാൻ സഹായിക്കുന്ന വാൽ ചിറകുകൾ, വെള്ളത്തിൽ തെന്നി നീങ്ങാൻ സഹായിക്കുന്ന വഴുവഴുപ്പുള്ള ശരീരം, ചെകിളപ്പൂക്കൾ അല്ലെങ്കിൽ ശകുലങ്ങൾ ജലത്തിൽ ശ്വസിക്കാൻ സഹായിക്കുന്നു. നിരയായി ക്രമീകരിച്ചിരിക്കുന്ന ശൽക്കങ്ങൾ, ചെതുമ്പലുകൾ ചൂടിൽ നിന്നും തണുപ്പിൽ നിന്നും സംരക്ഷിക്കുന്നു. കണ്ണുകൾ തലയിലെ ഇരുവശവും ആയതിനാൽ വശങ്ങളിലെ കാഴ്ച സാധ്യമാക്കുന്നു. അഡാപ്റ്റേഷൻസ് ഓഫ് ഫിഷ്. ബോഡീസ് ദാറ്റ് ആർ ഷാർപ്പ് അറ്റ് ബോത്ത് എൻഡ്സ് എനേബിൾസ് ദം ടു ട്രാവൽ വിത്ത് ഈസി ഇൻ വാട്ടർ. Fins helps them to swim in water. Slippery body helps them glide in water. Gills helps them breathe underwater. Tightly arranged scales protect them from heat and cold. Eyes situated on both sides of the heads allows them get better view of both sides. ഇതൊക്കെയാണ് ഫിഷിൻ്റെ അനുകൂലനങ്ങൾ. വാട്ട് ഈസ് അഡാപ്റ്റേഷൻ? എന്താണ് അനുകൂലനങ്ങൾ? അഡാപ്റ്റേഷൻ ഒരു ജീവിക്ക് അതിൻ്റെ വാസസ്ഥലത്ത് ജീവിക്കുവാൻ സഹായിക്കുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉണ്ടായിരിക്കും. ഇതിന് അനുകൂലനം എന്ന് പറയുന്നു. ഒരു ജീവിക്ക് അത് എവിടെയാണോ താമസിക്കുന്നത് അത് അവിടെ താമസിക്കാൻ അനുകൂലമായിട്ടുള്ള ബോഡി ഷേപ്പും അതിനുള്ള കഴിവും ഉണ്ടായിരിക്കും. അതിനെയാണ് അനുകൂലനം എന്ന് പറയുന്നത്. അഡാപ്റ്റേഷൻ, അനുകൂലത്തിന് ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നതാണ് അഡാപ്റ്റേഷൻ. An organism has certain peculiarities that helps it to live in its dwelling place. This is called adaptation. An organism has certain peculiarities that helps it to live in its dwelling place. This is called adaptation. കുഞ്ഞുമക്കളെല്ലാം ഇത് ബുക്കിൽ കുറിച്ച് നന്നായി പഠിച്ചു വെക്കുക. ഇന്നത്തെ ക്ലാസ് ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എല്ലാവരും ഇത് ബുക്കിൽ എഴുതി പഠിക്കുക. ടീച്ചറിൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ബൈ ബൈ, ടേക്ക് കെയർ.